പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ ഇരട്ടക്കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം. സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും. ആദ്യ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് പ്രതി ചെന്താമര. 2025 ജനുവരി 27-നായിരുന്നു പ്രതി ചെന്താമര അയൽക്കാരായ സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പരോളിലിറങ്ങിയ ശേഷമാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഇന്നും ആ നടുക്കത്തിൽ നിന്ന് മാറാതെ ഭയന്നു കഴിയുകയാണ് സുധാകരന്റെ മക്കളും കുടുംബവും. എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ ഇതാക്കണം. ഇത്രയും 3 പേരിനെയും ഇതാക്കിയിട്ട് അയാൾ അവിടെ ഇരിക്കുമ്പോൾ അയാൾക്ക് എന്തായാലും തൂക്കുകയർ തന്നെ കിട്ടണം. ഇനി അമ്മയുടെ കേസിൽ വിധി വന്നു, അതേപോലെ നല്ല ശിക്ഷ തന്നെ ഇനി അയാൾക്ക് കിട്ടണം. എന്താ കേട്ടോ, ഇരുട്ടാകുമ്പോഴേക്ക് പേടിച്ചിട്ട് പടിയിലും അതിലൊക്കെ പൂട്ടിയിടുകയാണ്. എന്താണ് കേട്ടോ, പേടിച്ച് കിടുകിട് വിറക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. സുധാകരന്റെ മക്കൾക്ക് ജോലിയും സാമ്പത്തിക സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, അവർക്ക് കഴിയാനുള്ള ഒരു തൊഴിൽ കൊടുത്താൽ മതി. അല്ലാണ്ട് എനിക്ക് വേറെ അത്ര കിട്ടണം ഇത്ര കിട്ടണം ഞാൻ പറയും. ഒരു 10 ഉറുപ്പ്യ വരുമാനം കിട്ടി അവരുടെ ജീവിതമല്ലേ. എന്നാലും അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ പറയാല്ലാതെ ഒരു സാധനവും കൊടുത്തിട്ടില്ല അവർക്ക് ഇത്ര നേരം. കേസിന്റെ 60-ാം ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളാണ് ഉള്ളത്. 30-ലേറെ ശാസ്ത്രീയ തെളിവുകൾക്ക് പുറമെ ലക്ഷ്മിയെ വെട്ടിക്കൊല്ലുന്നത് കണ്ട ദൃക്സാക്ഷിയുടെ മൊഴിയും നിർണായകമാണ്. വിചാരണ നടപടികൾ അടുത്ത മാസം 25-ന് ആരംഭിക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.